ആവേശത്തോടെ ഇവിടെ പ്രവർത്തകരും വോട്ടർമാരും സ്ഥാനാർത്ഥികളും കാത്തു നിൽക്കുന്നത്. തവനൂർ പഞ്ചായത്ത്, എടപ്പാൾ പഞ്ചായത്ത്, വട്ടംകുളം പഞ്ചായത്ത്, കാലടി പഞ്ചായത്ത്, 4 പഞ്ചായത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമാണിത്. കുറ്റിപ്പുറം MES ആർട്സ് കോളേജിന്റെ മുമ്പിലാണ് എല്ലാവരും ഉള്ളത് ആകാംക്ഷയോടെ. 5ന് താഴെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും റിസൾട്ട് അറിഞ്ഞു. LDF UDF കുറച്ച് പങ്കിട്ടെടുത്തു. ബാക്കിയുള്ളവരുടെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ പോവുകയാണ്. സുഹേലൊക്കെ സജീവമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. തീരെ കയ്യിലെടുത്ത് കൊണ്ട് സ്ഥാനാർത്ഥിനെ പൊക്കാനുള്ള ആളുകളൊക്കെ റെഡിയാണ്. ഇത് നമ്മളെ അർഷു ഇവിടെ റെഡിയാണ്. അർഷു റെഡിയാണ്. സലീമിന്റെ അർഷു. ഹരിതബൂത്ത് കുറ്റിപ്പുറം MES ആർട്സ് കോളേജാണ്. ക്യാമറ കണ്ടിട്ടോ. അതെന്താ അറിയാൻ വെഴുകണ പോലെ എന്തിനുണ്ടോ? എന്താ ജനം വോട്ടർമാരെ, പൊന്നു വോട്ടർമാരെ, നന്ദികൾ നിങ്ങൾക്ക്. ഇതിലേക്കുള്ള കൗണ്ടിംഗ് ഏജന്റുകൾ കൗണ്ടിംഗ് റൂമിലേക്ക് എത്തേണ്ടതാണ്. അടുത്ത സെറ്റപ്പ് പഞ്ചായത്ത് വാർഡ് 6, 7 കൗണ്ടിംഗ് ഏജന്റുകൾ കൗണ്ടിംഗ് റൂമിലേക്ക് എത്തേണ്ടതാണ്. അടുത്ത സെറ്റപ്പ് ആരംഭിക്കുന്നു. 5 കഴിഞ്ഞിട്ടുള്ളൂ. 5 വരെയുള്ളതാണ് ഇപ്പൊ തുടങ്ങിയത്. മക്കളെ, പച്ചക്കൊടി പാരി തുടങ്ങിട്ടോ. പച്ചക്കൊടി പാരി തുടങ്ങിയിട്ടുണ്ട്. ചില വാർഡുകളിലൊക്കെ പച്ചക്കൊടി പാരി തുടങ്ങി. വിജയാഘോഷം തവനൂർ പഞ്ചായത്ത്, കാലടി പഞ്ചായത്ത്, വട്ടംകുളം പഞ്ചായത്ത്, എടപ്പാൾ പഞ്ചായത്ത്, 4 പഞ്ചായത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ മുമ്പിലാണ് ആളുകളുള്ളത്. ജനക്കൂട്ടമാണ്. ആകാംക്ഷയോടെയും ആവേശത്തോടെയും കൂടെയും നാടും നഗരവും ഒരുങ്ങി ഇതാ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരിയുടെ അറിയിപ്പ്. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വാർഡ് 1 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർദ്ദേശിച്ച ശ്രീമതി ഷാജിമോൾ പാർട്ടികൾ യഥാവിധി തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. വട്ടംകുളം പഞ്ചായത്ത് 1-ാം വാർഡ് മാണൂർ പ്രദേശത്തിൽ നിന്നും ലീഗിന്റെ സ്ഥാനാർത്ഥി. ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 5 കോട്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിർദ്ദേശിച്ച ശ്രീ ജിതേഷ് ആദാവിൽ ഒപ്പത്തിനൊപ്പം ഒന്ന് മാണൂര് UDF, 1 LDF വട്ടംകുളം പഞ്ചായത്ത്. അല്ലല്ല അവസാനം ഉപശിര കാലടി പഞ്ചായത്തിലെ 1-ാം വാർഡ്. 1-ാം വാർഡ് എന്താ റിസൾട്ട്? ജയിച്ചാ ആരാ? UDF LDF ജയിച്ചു. എത്ര വോട്ട് ലീഡ്? 87 വോട്ട്. ഓക്കെ, കൺഗ്രാജുലേഷൻ. പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളെ കാഴ്ചപ്പാട്? ആര് ജയിക്കുന്നതാണ്?
LDF സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് പറഞ്ഞത്. സ്ഥാനാർത്ഥി മുമ്പ് ആ വാർഡ് ആരായിരുന്നു? UDF ആയിരുന്നു. UDF ആയിരുന്നു. പിടിച്ചെടുക്കാനുള്ള പരിപാടി തന്നെയാണ്. പിടിച്ചിട്ടുള്ള പരിപാടി ഓക്കെ ഓക്കെ, വരട്ടെ, റിസൾട്ട് വരട്ടെ, നമുക്ക് ആഘോഷിക്കാം. ആഘോഷിക്കാം. ആ കാലടി പഞ്ചായത്ത് 7ാം വാർഡിലെ പ്രവർത്തകരാണ് നിൽക്കുന്നത്. എന്താ അഭിപ്രായം? വോട്ട് തന്നെയാ UDF ജയിക്കുന്ന ഞങ്ങൾ ഇപ്പോഴും പറയണത്. ആത്മവിശ്വാസത്തോടെ നിൽക്കാണ്. STP ജയിക്കുന്നതാണ് അവിടെ. അതോ മോശമല്ല, എല്ലാം ശക്തമായ സ്ഥാനാർത്ഥികളാണ് അവിടെ 3 പേര് ശക്തമായ സ്ഥാനാർത്ഥികളാണ്. നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. ബഷീർ ജയിക്കുന്നതാണ് അടുത്ത ആൾ പറയുന്നത്. ഏതായാലും റിസൾട്ട് വരണം കാത്തുകേണ്ടി വരും. എണ്ണം തുടങ്ങിയില്ലല്ലോ. LDF സാധ്യത ഉണ്ട്. ഓക്കെ, LDF ആളാണ് തോന്നുന്നുണ്ട്. LDF സാധ്യത ഉണ്ടെന്നാണ് പറയണത്. ഏതായാലും എല്ലാരും നെഞ്ചിരിപ്പോടെ കാത്തു നിൽക്കുകയാണ്. അനസ് എണ്ണി കഴിഞ്ഞാ വട്ടക്കളെ വൈക്കാ. എന്റെ ഒക്കെ എയറിൽ കേറി ഈ വീഡിയോ. എന്റെ ഒക്കെ വീഡിയോ എയറിൽ കേറി. 6 മുതൽ 10 വരെയുള്ള വാർഡുകൾ എണ്ണിത്തുടങ്ങുകയാണ്. വോട്ടിംഗ് ഏജൻസികൾ അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഘട്ടം, 2ാം ഘട്ടം. ഇവിടെ നിൽക്കട്ടെ, ഈ വീഡിയോ